നമ്മളൊരു കൂട്ടുകാരെ തിരഞ്ഞെടുക്കുകയാണെങ്കിലും അത് ശ്രദ്ധിക്കണം. ഇപ്പോഴുള്ള കൂട്ടുകാരിൽ അങ്ങനെ വലിയ പ്രയാസങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെ നമ്മൾ മാറ്റി നിർത്തില്ല, അകറ്റി നിർത്തണം. കുറച്ച് ഗ്യാപ്പ് ഇട്ട് നിൽക്കുക. പെട്ടെന്ന് കൂട്ടുകെട്ട് നമുക്ക് പെട്ടെന്ന് ഒന്നും ഒഴിവാക്കാൻ പറ്റില്ല. കുറച്ചൊരു അകൽച്ച കീപ്പ് ചെയ്യും. ഇവിടെയൊക്കെ നമ്മൾ SPCയിലുള്ള കുട്ടിയാണ് കണ്ടില്ലേ. നാളൊക്കെ നിങ്ങൾ വലിയ ഉദ്യോഗസ്ഥന്മാരും വലിയ ലെവലിൽ വരണം. പോലീസിലും പട്ടാളത്തിലും ഇപ്പോൾ നമ്മളല്ലേ. അപ്പോൾ നമ്മളെ കുട്ടികൾ എത്ര പേരുണ്ട്? ഡോക്ടേഴ്സ് ഉണ്ട്, എൻജിനീയേഴ്സിൽ ഒന്നും ആവാത്തവരുണ്ട് കേട്ടോ. അതും പറയാം. അതൊക്കെ ഓരോരുത്തരുടെ ഇതാണ്, പരിശ്രമം പോലെ ഇരിക്കും. നമുക്കൊരു ലക്ഷ്യം വേണം. ഇതിലൂടെ നമുക്കതൊക്കെ നേടാൻ പറ്റും. അതാണ് മാർഷൽ ആർട്സ്. മാർഷൽ ആർട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നല്ലൊരു അച്ചടക്കത്തിൻ്റെ വലിയൊരു കൂടാരമാണ്. അതിൽ നിന്നുകൂടെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് നല്ല നല്ല ബന്ധങ്ങൾ, നല്ല പ്രവർത്തനങ്ങൾ, നല്ല സംസാരങ്ങൾ, നല്ല പ്രവൃത്തികളൊക്കെ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഒരു തടസ്സവും ഒന്നിനും വരില്ല. നിങ്ങളെ വിദ്യാഭ്യാസത്തിന് തടസ്സം വരില്ല. അല്ലേ? ഇവിടെ SSL മാർച്ച് സമയത്ത് പോലും ഇവിടെ പ്രോഗ്രാം വെക്കുമ്പോഴും ആ സമയത്ത് എക്സാമിനുള്ള കുട്ടികളും കൂടെ എക്സാമിന് വന്ന കുട്ടികളുടെ A+ കിട്ടിയിട്ടുണ്ട്. ഫുള്ള് A+. ഇതിൽ SSLCയിലൊക്കെ ഫുള്ള് A+ കിട്ടി കിട്ടിയിട്ടുണ്ട്. പഠിപ്പതിനൊരു എക്സാം വരികയാണ്, ഞാൻ ഇത്ര ക്ലാസ് ഉണ്ട്, അതിനൊരു ആവശ്യമില്ല. ഇത് നമ്മുടെ ജീവിതത്തിൽ ഒരു ഭാഗമാക്കി മാറ്റണം. എക്സസൈസ്, ഭക്ഷണം കഴിക്കുന്ന പോലെ തന്നെ എക്സസൈസിന് വേണ്ടി കുറച്ച് ടൈം മാറ്റി വെക്കുക, പിന്നെ പഠിപ്പിലേക്ക് മാറുക. അങ്ങനെ മാറ്റാനും അത് മാറി ചിന്തിക്കാനും കഴിയണം. എക്സാം ഉണ്ടെന്ന് വെച്ചിട്ടോ അല്ലെങ്കിൽ അതുപോലെ നമുക്ക് എന്തെല്ലാം ടെൻഷൻ ഫ്രീ ആവുന്നത്, നമുക്കൊരു ഒന്നുമില്ല, നമ്മളിങ്ങനെ ഫ്രീ ബാറ്റ്സ് പോലെ മാർഷൽ ആർട്സ് ഉണ്ടാവും. ഒരു ടെൻഷൻ ഉണ്ടാവും. ആരെടുത്തും കാര്യങ്ങൾ പറയാനും സംസാരിക്കാനും ഒക്കെ നമുക്കൊരു പ്രത്യേക ധൈര്യം, ഒരു കോൺഫിഡൻറ്റ് കിട്ടും. നമുക്ക് ഏത് ജനക്കൂട്ടത്തിൻ്റെ ഇടയിൽ കൂടി നമുക്ക് പോകാനുള്ളൊരു ധൈര്യം കിട്ടും. നമ്മളൊരു സിംഹമായി മാറും. സിംഹം നടക്കുന്ന പോലെ മറ്റുള്ളൊരു ആളും നമുക്ക് പേടില്ല. ഞാൻ എൻ്റെ ഉള്ളിൽ നമ്മളിങ്ങനെ മറ്റുള്ളവർ സിംഹം പോകുന്ന എല്ലാ മൃഗങ്ങളും നോക്കും, എന്നാലും കാട്ടുമോ. ഏറ്റവും ഡിസിപ്ലിനുള്ള സാധനമാണ് അല്ലേ ഒരു സിംഹം. നമ്മളിങ്ങനെ ഒരു സിംഹമായിരിക്കും. നമ്മളാർക്കും ആക്രമിക്കാൻ കഴിയില്ല. എന്നുവെച്ചാൽ നമ്മളെ ഉള്ളിൽ മാർഷൽ ആർട്സ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. നമ്മുടെ കൈയിൻ്റെയും കാലിൻ്റെയും ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ഒക്കെ പവർ, വേഗത ഒരു സാധാരണക്കാരന് കിട്ടില്ല. ഇപ്പോൾ ചിലരോട് പറയില്ല, ഞങ്ങൾ എൻ്റെ നാടൻ തല്ലി നോക്കുക, എൻ്റെ കുങ്ഫു അല്ല എൻ്റെ കരാട്ട എന്ന് പറയും ചെയ്യും. പക്ഷെ നമ്മൾ ഡെയിലി എക്സസൈസും വർക്കപ്പും ചെയ്യുന്ന നമ്മുടെ കൈ എവിടെ ചെന്ന് പതിക്കുക, കാലെവിടെ ചെന്നിട്ട് വീഴുക, അത് കറക്റ്റ് നമുക്കൊരു അറിയാം. അത് കാരണം നമ്മൾ ആരും ഒന്നും ഉപദ്രവിക്കില്ല. നമ്മൾ ഉപദ്രവിക്കാൻ തോന്നില്ല. എന്നുവെച്ചാൽ അതിൻ്റെ വേദന അറിയുന്നത്. ഒരടി കിട്ടി കഴിഞ്ഞാൽ അതിൻ്റെ വേദന എന്താണ്. നമ്മൾ അടിക്കുന്നത് സാധാരണ അടിക്കുന്നവരത്തല്ല നമ്മൾ അടിക്കുക. നമ്മളടി മാറും. ഇനി സാധാരണ അടിക്കാത്ത വെറുതെ വേറെ ഇതിൽ മസിലിൽ പോയി തലപ്പോൾ നമ്മൾ കൈയിന് പോയി തലക്ക് പോയി കൊണ്ടാൽ തന്നെ അവിടുത്തെ പെയിൻ എന്തായിരിക്കും. നമ്മുടെ കൈയിൻ്റെ നമ്മൾ ഡെയിലി പുഷപ്സും പഞ്ചും കിക്കൊക്കെ ചെയ്ത് ബോഡി ഫിറ്റാണ് ആണോ അല്ലേ ഇത്. അപ്പോൾ അത് ചെന്ന് പതിക്കുമ്പോൾ സാധാരണ ഒരാളുടെ മേൽ പോയി പതിക്കുമ്പോൾ വേദന ഉണ്ടാവും. അതൊന്നും നമ്മുടെ ഒരു കത്തി, മൂർച്ചയുള്ള ഒരു കത്തി ഇങ്ങനെ എന്താ പറയുക കവറിലിട്ട് കൊണ്ടു നടക്കുന്ന പോലെ കൊണ്ടു നടക്കണം. നമ്മളെ കയ്യും കാലും ഒരാളുടെ മേലും തട്ടരുത്, തട്ടാൻ ഇടവരുത്താതിരിക്കട്ടെ. കാരണം മോശമൊന്നുമില്ല. ഞാനൊന്നും അറിഞ്ഞുകൊണ്ട് ഇതുവരെ ഒരാളെയും പിടിച്ച് തള്ളിയിട്ടും കൂടി ഇല്ല. അതിൻ്റെ അവസരം ഉണ്ടായിട്ടില്ല. ഒരടിപിടിയിലേക്ക് പോയിട്ടില്ല. എന്നാൽ നമ്മൾ ചാമ്പ്യൻഷിപ്പുകളിലും പല ഇൻ്റർനാഷണൽ ലെവലിലുള്ള എനിക്ക് ഒരുപാട് അടി കിട്ടിയിട്ടുണ്ട്. അനാവശ്യമായിട്ട് നമുക്കൊരു അടി കൂടേണ്ട ഒരു ആവശ്യം വന്നിട്ടുണ്ട്. അപ്പോൾ അതാ പറയുക, അതൊക്കെ നമ്മളുടെ ഒരു ഡിസിപ്ലിൻ്റെ ഭാഗമാണ്. നമ്മൾ അങ്ങനത്തോടത്ത് പോയിട്ട് ഇരിക്കുള്ളൂ, അങ്ങനത്തോടത്ത് കൂടെ നമ്മൾ നടക്കുള്ളൂ, അങ്ങനത്തെ കൂട്ടത്തിലേക്ക് നമ്മൾ പോകുള്ളൂ. അവിടെ ഒരു അടി നടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഓടിച്ചെന്നിട്ട് അതിലൊരു പോയിട്ട് പ്രശ്നം നമ്മൾ വിവേകപൂർവ്വം നമ്മളെന്ത് ചെയ്യും, അതിനെ കൈകാര്യം ചെയ്യും. അവിടെ ഒരു പ്രശ്നം നടക്കുകയാണ്, നമ്മൾ ആ പ്രശ്നത്തിലേക്ക് പോയി കയറി നമ്മൾ തഴ വെച്ച് കൊടുക്കില്ല. നമ്മളവിടെ ചിന്തിക്കും, 2 വട്ടം ചിന്തിക്കും, നമ്മളതിൽ ഇടപെടണോ വേണ്ടേ. അത് നമുക്ക് നമ്മളുടെ ഒരു തോന്നുന്നത് നമ്മൾ പഠിക്കുന്നത് അങ്ങനെ പഠിച്ചെടുത്ത് നമ്മൾ സെറ്റാക്കി എടുത്തു. നമ്മൾ പോയിട്ട് ഒന്നിനും ചാടില്ല. അങ്ങനെ ചാടരുത്. അങ്ങനെ ചാടാൻ നമുക്ക് തോന്നുമില്ല കേട്ടോ. അത് ഞാൻ പറയുകയാണ്. ഇങ്ങനെ പ്രാക്ടീസിൽ വരുന്ന മക്കൾക്ക് അറിയാം. ഇപ്പോൾ അവരൊക്കെ എവിടെയെങ്കിലും വല്ല വിഷയം ഉണ്ടാക്കിയിട്ടോ നോക്കിയാൽ നമുക്കൊരു ബീഡി വലിക്കാൻ തോന്നില്ല. വേറെ ഉള്ള ഒരു ദുശീലത്തിലേക്ക് നമുക്ക് പോകാൻ പറ്റില്ല, ചെയ്യില്ല. നമുക്കൊന്ന് അതിൻ്റെ സ്മെല്ല് കേൾക്കുന്നവരെ എനിക്കിഷ്ടമല്ല. അതിൻ്റെ ആ ബീഡിയുടെ സ്മെല്ല് പോകുന്നുണ്ടെങ്കിൽ എനിക്ക് പ്രശ്നം. നമ്മൾ പൊതു യാത്ര ചെയ്യുന്ന സമയത്തൊക്കെ ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ അങ്ങനത്തെ കാര്യത്തിലൊക്കെ ഞാൻ ഇപ്പം എന്നൊരു പോലീസ് ലുക്കുള്ളതുകൊണ്ട് ചിലവർ വേഗം മാറ്റി വെക്കും, വേഗം എടുത്ത് ഒഴിവാക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത്തരം നമ്മളുടെ അങ്ങനത്തെ ഒരു സ്ഥലത്തേക്കോ അല്ലെങ്കിൽ അങ്ങനത്തെ വേണ്ടാത്ത രീതിയിലേക്കോ നമുക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് എനിക്കൊക്കെ ആണെങ്കിൽ കൂട്ടുകാരെന്ന് പറഞ്ഞിട്ട് എത്ര വേണമെങ്കിലും കൂട്ടുകാർ കിട്ടും.
വാഹനമുണ്ട്, കാശുണ്ട്, നമുക്ക് പോകാൻ അതുണ്ട്, എവിടെ ചെന്നാലും എല്ലാ ആളുകളായിട്ട് ബന്ധമുണ്ട്, എവിടെയും പോവാം. പക്ഷെ എനിക്ക് കൂട്ടുകാരില്ല. എന്നുണ്ടോ? ഉണ്ട്, ആവശ്യത്തിനുണ്ട്. അങ്ങനെ വേണം. നല്ല നല്ല ബന്ധങ്ങൾ, നല്ല സൗഹൃദങ്ങൾ, നല്ല ആളുകളായിട്ടുള്ള വലിയ ആളുകളുടെ അടുത്ത് പോവുക, അവരുടെ അടുത്ത് അവരൊക്കെ കൂട്ടുകാരാക്കുക. കുറച്ച് അറിവും കാര്യങ്ങളൊക്കെ ഉള്ള ആളുകളുടെ അടുത്ത് പോവുക, കൂട്ടുകൂടുക, അവരുടെ അറിവുകൾ നേടുക. അങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. എല്ലാ മണ്ടൂസുകളും കൂടെ പോയി കഴിഞ്ഞാൽ, വേണ്ടാത്തവരുടെ കൂടെ പോയി കഴിഞ്ഞാൽ നമ്മൾ ആ രീതിയിലേക്ക് പോകും. മനസ്സിലായില്ലേ? പിന്നെ പള്ളിയിൽ പോകുന്നവർ പള്ളിയിൽ പോവുക, അമ്പലത്തിൽ പോകുന്നവർ അമ്പലത്തിൽ പോവുക. ഞാൻ നേരത്തെ പറഞ്ഞ നന്ദി നമ്മൾ പാരൻസിനോടും രക്ഷിതാക്കളോടും പോരാ. ആരോട് വേണം? ദൈവത്തിനോട്. ദൈവഭയം വിജ്ഞാനത്തിൻ്റെ അത് ആദ്യം വേണം. ഇവിടെ ക്ലാസ്സിലോട്ട് കയറുമ്പോൾ ഇറങ്ങുമ്പോൾ നമ്മളെന്ത് വേണം? നമ്മളൊരു ക്ലാസ് ഈ ഗ്രൗണ്ടിൽ നിന്ന് പഠിക്കുന്നു. അത് എവിടെ ആവാനും ശരി. ഇപ്പം ഒരു മൈതാനത്ത് പോയി ചെയ്യാണ്, നമ്മൾ ഗ്രൗണ്ട് ബോ ചെയ്തിട്ടാണ് നമ്മൾ ആദ്യം ഗ്രൗണ്ട് പോകാൻ ചെയ്യുന്നത്, അല്ലേ? ചെയ്യുന്നില്ലേ? ചെയ്യുന്നു. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ പഠിക്കുകയാണ്. അപ്പോൾ നമ്മൾ ആ ഭൂമിനെയും കൂടി നമ്മൾ ആദരിക്കുകയാണ്. എന്നിട്ടാണ് നമ്മൾ അവിടെ നിന്നിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അവരെ ഗുരുനാഥന്മാരുണ്ടെങ്കിൽ, നമ്മുടെ സീനിയേഴ്സ് ഉണ്ടെങ്കിൽ, അവരുടെ അടുത്തൊക്കെ നമ്മൾ ആദ്യം റെസ്പെക്ട് ചെയ്ത് അവരുടെ അനുഗ്രഹം മേടിച്ചിട്ട് വേണം നമ്മൾ ഇത്തരം കാര്യങ്ങളിലേക്ക് കടക്കാനും ചെയ്യാനും പ്രവർത്തിക്കാനും. ഇതൊക്കെ മനസ്സിലുണ്ടാവണം കേട്ടോ. അതൊക്കെ ചെയ്യുമ്പോൾ ചുമ്മാ അങ്ങോട്ട് കയറി വന്ന് ചെയ്യല്ല. അപ്പോൾ നമുക്ക് എന്താ, ഈ പറയുന്നതൊക്കെ മനസ്സിലാവും, പറയുന്നതൊക്കെ പഠിയും, നമ്മളെ മനസ്സിൽ പതിയും, ഹൃദയത്തിൽ പതിയും. നമുക്കത് ചെയ്യാനും പ്രവർത്തിക്കാനും നമുക്ക് സാധിക്കും. നിങ്ങൾ അങ്ങനെ വരും. അപ്പോൾ നമ്മളെല്ലാവർക്കും നമ്മളോട് ഇഷ്ടമാവും, ആദരവാവും. അവൻ ഇപ്പോൾ ഒരു 5 വർഷം നിസ്കരിക്കുന്ന കുട്ടിയാണ്, നല്ല രീതിയിൽ പഠിക്കുന്ന കുട്ടിയാണ്, അവൻ ചെയ്യുന്ന നമ്മൾ ചെയ്യാവുന്ന അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ നന്നാവും, പ്രവർത്തനങ്ങൾ നന്നാവും, എല്ലാം വൃത്തിയാവും. അപ്പോൾ നിങ്ങളെ കുടുംബത്തിൽ നിങ്ങൾ നല്ലൊരു കുട്ടിയായി, നല്ലൊരു മകനായി. അച്ഛനും അമ്മയ്ക്ക് നല്ലൊരു മകനെ കിട്ടി, എനിക്ക് നല്ലൊരു സ്റ്റുഡൻസിനെ കിട്ടി, നാടിന് നല്ലൊരു പൗരനെ കിട്ടി, അല്ലേ? രാജ്യത്തിന് നല്ലൊരു കുട്ടിനെ കിട്ടി. അതാണ് അങ്ങനെ പോവുക. അല്ലാതെ വെടക്കായി നമ്മൾ പോയിട്ട് കാര്യമില്ലല്ലേ. അപ്പോൾ നമ്മളെന്താണ്ട് നമ്മൾ തെറ്റ് ചെയ്താൽ നേരെ ജയിലിൽ പോയി കിടക്കേണ്ടി വരും. അങ്ങനെയല്ലേ? തന്നെയല്ലേ? അപ്പോൾ നല്ല കുട്ടികളാവും കേട്ടോ. ഓൾ സ്റ്റാൻഡ്. അപ്പോൾ 16-ാം തീയതി നമുക്ക് 15-ാം തീയതിയാണ് നിങ്ങളുടെ ടെസ്റ്റ് വെച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും മേൽ പറഞ്ഞ പോലെ നല്ല പ്രാർത്ഥിച്ച് വൃത്തിയായിട്ട് എല്ലാവരും രാവിലെ നമ്മൾ സമയം എങ്ങനെയൊക്കെ പറഞ്ഞു കൊടുത്തില്ലേ? 15-ാം തീയതി പറഞ്ഞില്ല. നമുക്ക് തീരുമാനിച്ചു.